ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് എഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ലൈക്ക് അടിക്കാനും പിന്നെ സബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും ശോകമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതാണ്. കാരണം ഞാൻ അത്രയ്ക്ക് പ്രോയൊന്നുമല്ല, അത് നിങ്ങൾക്ക് എൻ്റെ ഗെയിം പ്ലേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമോ അതോ വീഡിയോ ഒന്ന് മാറ്റണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നൊരു ടെറേനെ പിടിക്കണം. നമ്മുടെ പറക്കുന്ന ഒരു സാധനമില്ലേ, അതിനെ പിടിക്കണം. അപ്പോൾ ഞാൻ അതിനെ പിടിക്കാനായിട്ടുള്ള ലെവലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ടീംസിന് വല്ല ലെവലപ്പ് വല്ലതും വന്നിട്ടുണ്ടോ നോക്കാം. ഇല്ല. ഓക്കെ, ഇവർക്കാർക്കും ലെവലപ്പും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ ഗൈസ്, ഈ സാധനം ഇവൻ കുറച്ച് കില്ലാടിയാണ് കേട്ടോ. വെള്ളത്തിൽ വെറുതെ 100-110 അടിപൊളിയാണ്. ഇവനെ കൊണ്ടാണ് ഞാൻ ലെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടി കൂടുതലും പോയത്. പിന്നെന്താ നമ്മുടെ ഇക്വസ് ഓനെ ചാടി നിൽക്കുന്നതാ ഒമ്പ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ടെറനെ പിടിക്കാൻ പോകാം. പക്ഷേ ടെറനെ പിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. നമ്മുടെ ബോല, അതുപോലെ തന്നെ അമ്പും ബില്ലും കാര്യങ്ങൾ മൊത്തം വേണം. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ റെഡ് ബൂട്ട്സിൽ ഒരു കേവ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ എന്തൊക്കെയോ ബഗ്ഗും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതും കൂടെ എന്തായാലും നോക്കണം. അത് ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യണം, ആ കേവ് കയറുന്നത്. ഓക്കെ, നമുക്കപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോല പണിയണം. ബോല പണിയാനായിട്ട് ഒരു മിനിറ്റ് അതാണല്ലോ കാണാൻ നോക്കട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ ബോല അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താച്ച്, സ്റ്റോണ്, ഫൈബർ ഹൈഡ്. ഓക്കെ, ഇത്ര ഐറ്റംസ് മതി നമുക്ക് ബോല പണിയാൻ. ഓക്കെ, നമ്മുടെ താച്ച് എടുത്തു, പിന്നെ സ്റ്റോൺ എടുത്തു, പിന്നെ കുറച്ച് ഫൈബർ എടുത്തു, പിന്നെ ഹൈഡ് കണ്ടമാനം ഹൈഡ് ഉണ്ട്. നേരത്തെ എന്ത് പാടായിരുന്നു ഗൈസ്. നമുക്ക് സിമെൻറ്റിംഗ് ബേസ് ഉണ്ടാക്കാൻ ഇട്ടിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ഒരു 3 ബോല മതി. ഓക്കെ, നമ്മളൊരു 3 ബോല എടുത്തിട്ടുണ്ട്. നമുക്ക് സിമെൻറ്റിംഗ് പേസ്റ്റ് ഉണ്ടാക്കാൻ ഇടാം. അതാവുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സിമെൻറ്റ് പേസ്റ്റ് ഇവിടെ നിന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റോണും പിന്നെ നമ്മുടെ ചിതിൻ ഓർ ക്യാരറ്റൈൻ അങ്ങനെ തോന്നുന്നു, ചിതിൻ ഓർ ക്യാരറ്റൈൻ അങ്ങനെ തോന്നുന്നു പറയുന്നത്, കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ എന്താണ്. അയ്യോ, ഞാനിപ്പോൾ സിമെൻറ്റിംഗ് പേസ്റ്റ് കോഴിയുടെ കരച്ചിൽ പറഞ്ഞേ ഭയങ്കര സൗണ്ടിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, സിമെൻറ്റിംഗ് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സിമെൻറ്റിംഗ് പേസ്റ്റ് അൺലോക്ക് ചെയ്യുക. ഇത് മൊത്തം ഞാൻ ഓൾറെഡി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ ഇതൊക്കെ ഞാൻ അൺലോക്ക് ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഞാനിത് നമ്മുടെ ലെവലപ്പിന് വേണ്ടിയിട്ട് മൈൻഡ് ഇലക്ട്രോണിക് കഴിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റോൺ വേണം. നമുക്കപ്പോൾ പോയിട്ട് കുറച്ചധികം സ്റ്റോൺ എടുക്കാം. ലെറ്റ്സ് ഗോ. വേഗം പോയി സ്റ്റോൺ എടുക്കട്ടെ. രാത്രി ആവാറായി, മിക്കവാറും രാവിലെ തോന്നുന്നു ഞാൻ ടൈമാക്കാനായിട്ട്. ഗൈസ്, നമ്മൾ ആവശ്യ സമയത്ത് ഇവിടെ നിറച്ചും ടാർ കൂടി നടക്കണ്ടാവില്ല. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാകുന്ന നോക്കിയേ. ഇതാണ് നമ്മളെപ്പോൾ പിടിക്കാൻ നോക്കുന്നു ആ സാധനത്തിന് കാണൂല. അല്ലെങ്കിൽ ഇവിടെ കണ്ടമാനം നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് ഓടുമ്പോൾ വെറുതെ ടെറകളൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്ന നമുക്ക് കാണാം. ഷിപ്പ് നോക്കിയേ, എന്താണാവോ അങ്ങനെ ഗൈസ്. അതുപോലെ തന്നെ മിക്കവാറും ഈ എപ്പിസോഡ് നല്ല ചെറുതാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം വെച്ച് അങ്ങനെയാണ്, കാരണം ടെറർ ഇവിടെ കുറേ കൂടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇവിടെ നോക്കി ഇപ്പോൾ ഒരൊറ്റ ടെറ പോലും ഇല്ല. മാർക്ക് ഇത് എവിടെ പോയിക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് തപ്പിയെടുക്കാം, നോ പ്രോബ്ലം. പിന്നെ എന്താണ്, അയ്യോ ഇവിടെ ഏതോ ഡേഞ്ചറസ് ആയിട്ടുള്ള ആരോ ഉണ്ട് കേട്ടോ. ആരാണ്? റൈറ്റ്. അയ്യോ, ടൈറ്റിന് പോവാം, വേഗം പോവാം. നമുക്ക് ഇവിടെ നിന്ന് കല്ല് കുത്തിയെടുത്തിട്ട് നേരെ നമുക്ക് ബേസിലോട്ട് പോവാം. കുറച്ച് ശോകമാണ് അവൻ. എവിടെ? അതാ അവിടെ കൊത്താൻ പോകും നോക്ക്. നമുക്കിപ്പോൾ തൽക്കാലം ഇത്രയും കല്ല് മതിയോ? 1200 കല്ലിട്ട്. പിന്നെ നമ്മുടെ അസൻഡൻറ്റ് വെപ്പണാണ്, കണ്ടില്ലേ? അസൻഡൻറ്റ് മെറ്റൽ അയച്ചിട്ട് അയ്യോ തിരിച്ചോടട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഈ മിക്കവാറും ടൈറ്റിന് പോകുമ്പോൾ നമ്മളെ കടിച്ച് തിന്നും. അപ്പോൾ ഒരു 1200 സ്റ്റോണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ആവശ്യമില്ലാത്തെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇത് മതി, തൽക്കാലം ഇത് മതി. ഓക്കെ, ഇനിയിപ്പോൾ നേരെ നമ്മുടെ സിമെൻറ്റിംഗ് പേസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ ടെറനെ പിടിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ സിമെൻറ്റിംഗ് പേസ്റ്റിന് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. നേരത്തെ 35 ഇപ്പോൾ 185 കിട്ടും. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അമ്പുംബില്ലും സാധനങ്ങളും എടുക്കുക. അമ്പുംബില്ലെല്ലാം എടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ ടെറ അഴിക്കുന്ന നമ്മുടെ ഡോഡോ കിബിളാണ് തോന്നുന്നല്ലേ? അതെ, ടെറ അഴിക്കുന്ന ഡോഡോ കിബിളാണ്. കാരണം എനിക്ക് ഒരു ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ ടൈമാക്കിയിട്ടുള്ളതാണ് ഓൾറെഡി ടെറേന. അപ്പോൾ ആ ഒരു സംഭവത്തിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഡോഡോ ഡെക്സ് നോക്കാൻ പോകുന്നില്ല. നമുക്കെന്തായാലും നമ്മുടെ ഡോഡോ എഗ്ഗിക്കും. ഡോഡോ ആണ് പാരസോറാണോ? ഡോഡോ ആണെന്ന് തോന്നുന്നു. DODO ഡോഡോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡോഡോ ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരു 2 കൊടുക്കാം.
ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒരു 2 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് നേരെ വേറെ ഏതെങ്കിലും കിബിൾ എടുത്ത് നോക്കാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് അമ്പുമ്പില്ലും വേണം ഗൈസ്. നമുക്ക് ട്രാങ്കാരോസ് ഇല്ല കേട്ടോ. ട്രാങ്കാരോസ് കുഴപ്പമില്ല, നമ്മുടെ നാർക്കോട്ടിക്സ് ഉണ്ട്. പിന്നെ ഇത് നോക്കിയേ, ഫിഷിംഗ് റോഡ്. ഇത് വെച്ച് നമുക്ക് ചൂണ്ടിട്ട് മീനെ പിടിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അതൊക്കെ നോക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ അമ്പുമ്പില്ല് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നാർക്കോട്ടിക്സ് എടുക്കുക. അതൊന്നും ഞാൻ അൺലോക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഇതൊന്നാണ് നമ്മുടെ മൈൻഡ് വൈപ്പ് ടോണിക് കഴിക്കുന്നതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും അൺലോക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, 88 പറ്റുള്ളൂ. ഓക്കെ, അത് മതി തൽക്കാലത്തേക്ക്. പിന്നെ ഗൈസ് നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ക്ലോൺ മാസ്ക്. ഇതെന്താ സംഭവം? ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇത് മറ്റേ സ്കിന്നി. ഇതെനിക്കറിയാം. ഇതെടുത്തിട്ട് ഇങ്ങനെ ഇടുക. ഓക്കെ, ഞാൻ പിന്നെ ഇപ്പോൾ FPP ഇട്ട് കളിക്കുന്നത്. കാരണം കുറച്ച് ഇടയ്ക്ക് ലാഗ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ FPP ഇട്ടാണ് കളിക്കുന്നത്. ആ ടൈറ്റന് ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാ ഇല്ല, ഒന്ന് മരമൊക്കെ അപ്പോഴേക്കും വെട്ടിക്കളയട്ടെ. അപ്പോഴേക്കും നമ്മുടെ ട്രാങ്കാരസും ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടെറേൻ്റെ സാഡിൽ പണിതിട്ടില്ല. നമുക്ക് സാഡിലും കൂടി അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ടെറേൻ്റെ സാഡിലും പണിയാം. 38 ടെറേൻ്റെ സാഡിൽ ഞാൻ ലെവലപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 38 ഹൈഡ് ഫൈബർ ചിതിൻ. ഓക്കെ, ഇത്ര ഐറ്റംസ് മതി. അയ്യോ, നമ്മുടെ ചിതിൻ അതിനകത്ത് കിടക്കുന്നു. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചിതിൻ എടുക്കാം കേട്ടോ. ചിതിൻ തീർന്നിട്ടുണ്ടെങ്കിൽ ചിതിൻ തീർന്നു. നമുക്ക് തൽക്കാലം ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇനി ഫൈബറും ഹൈഡും മതി. ലെറ്റ്സ് ഗോ. ഫൈബറും ഹൈഡും എടുക്കുക. ട്രാങ്കാർസ് ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. ഫൈബർ ഹൈഡ്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ നമ്മുടെ ടെററിൻ്റെ സാഡിലും 9 വേണ്ട, 1 മതി. ടെററിൻ്റെ സാഡിലും അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ക്രാഫ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ടൈം ആയിക്കതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ടെററിനെ പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ബാക്കി ഐറ്റംസിനകത്തിട്ടിട്ട് വീണ്ടും നമുക്ക് ക്രാഫ്റ്റ് കൊടുക്കുക. 134 ഇവിടെ ക്രാഫ്റ്റ് ആവും. എന്തായാലും അവിടെ കിടന്ന് ക്രാഫ്റ്റ് ആവട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗോൾഡ് ചെയിൻ കോളാറും കൂടെ മേടിച്ച് വെക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഫുൾ ഐറ്റംസ് നമ്മളിവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ടെററിനെ പിടിക്കണം. കിട്ടുന്ന ലെവൽ എന്തായാലും നമുക്ക് പിടിക്കാം. പിന്നെന്താണ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഓക്കെ, ഈ സാധനം മേടിക്കണം. നമ്മുടെ ഷാഡോ സ്റ്റിക്ക് ഗൈസ്. എനിക്കൊന്ന് ഇതിൻ്റെ അർത്ഥം മറ്റേ സ്റ്റൂ എന്നാണ് തോന്നുന്നത്. SAUTE ഷാഡോ സ്റ്റിക്ക് സ്റ്റൂ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാം നമ്മൾ ക്രാഫ്റ്റ് ചെയ്തു. ലെറ്റ്സ് ഗോ. കോഴിതാ പിന്നെ കരയുന്നതാ. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഒച്ച സംസാരിക്കുന്ന, അല്ലെങ്കിൽ കോഴിയുടെ കരച്ചിൽ മാത്രം കേൾക്കുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഒരു ടെററിനെ കണ്ടുപിടിക്കണം. ടെററിനെ കണ്ടുപിടിക്കാൻ ഇനിയിപ്പോൾ ഇത് എവിടെയൊന്നും പിടിയില്ല. ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. മറ്റേത് ഇവിടെ മാനത്ത് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും ഓരോന്നായിട്ട്. ഒരെണ്ണത്തിനെ പോലും കാണുന്നില്ല. ഞാൻ പിടിക്കാൻ വരുമ്പോൾ ആരും വരില്ല, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണട്ടെ, എന്നിട്ട് ഞാൻ വരാം ഗൈസ്. അങ്ങനെ ഒരു ടെറർ പറന്ന് പോകുന്നത് കണ്ട. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക കേട്ടോ. എനിക്കറിയാം നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ലൈക്ക് അടിക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു ടെററിനെ തന്നെ പിടിക്കാം. ലെവൽ 105. നമുക്ക് എന്തായാലും ഇവനെ തന്നെ മതി. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമ്മുടെ ബോൾ ഇങ്ങനെ കറക്കിയിട്ട് ഒരൊറ്റ എൻ്റെ തലക്ക് നോക്കി എറിയണം. ഇങ്ങനെ എറിയുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും തലക്കൊക്കെ അടിക്കുന്നില്ല. കാരണം തലക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവും. ഒന്നാമത്തെ ലെവൽ കുറവാണ്. 500 ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ടെറൻ അങ്ങനെ നോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടെറന് ഫുഡ് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് ഓക്കെ, ഫസ്റ്റ് നമുക്ക് സൂതിങ് ബോം ഇട്ട് കൊടുക്കുക. റിമോട്ട് യൂസ് ഐറ്റം. പിന്നെ നമ്മുടെ ഡോഡോ എഗ് കിബിൾ ഇട്ട് കൊടുക്കുക. ഇതാ തോന്നുന്നു നമ്മുടെ ടെറർ കഴിക്കുന്ന. എനിക്ക് അധികം കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫീൽഡിൽ മിക്കവാറും ഒരു ഫസ്റ്റ് ഫീൽഡിൽ തന്നെ അത് ടൈം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ടെറ ഫസ്റ്റ് ഫീഡ് അങ്ങനെ എടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ ഷാഡോ സ്റ്റിക്ക് കഴിക്കുന്നില്ല. കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് ഇറങ്ങിയിട്ട് രാവിലെ എന്തായാലും നമുക്ക് നോക്കാം. ടെറേൻ്റെ ബാക്കി എബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ നോക്കാം. അപ്പോൾ ടെറ ഇതൊക്കെ കിടക്കുന്ന നോക്കി ചിറകൊക്കെ വെച്ച് പോവാം, കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് നോക്കാം നിന്നെ. ഓക്കെ, ഫസ്റ്റ് ഫീഡ് കഴിക്കാറായിട്ടുണ്ട്. ഫസ്റ്റ് ഫീഡിൽ എന്തോരം കയറാൻ നോക്കണം. ഇനി ഈ കേബിൾ തന്നെ അല്ലേ? എനിക്കൊരു സംശയമുണ്ട്, പാരസോറാണ് അതോ ഡോഡോ തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട്. ഓക്കെ, നോക്കട്ടെ എന്തോരം കഴിക്കാൻ നോക്കട്ടെ. ഈ കേബിൾ അല്ല കേട്ടോ ഗൈസ്. നമ്മളിപ്പോഴാണ് കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ നേരത്തെ ഇട്ടത് ഡോഡോ എഗ് കേബിൾ അല്ല, ഡിലോ എഗ് കേബിളാണ് നമ്മൾ നേരത്തെ ഇട്ടത്. വെറുതെ അല്ല ഇത്രയും പയ്യ ടൈം ആവുന്ന. ചേട്ട മോനെ,
ഞാൻ ഒരു കൊച്ചുകില്ലാടി തന്നെ. ആ കണ്ടില്ലേ, ടൈമായി. ഗൈസ് ശരിക്കും 2-3 ഡോഡൊക്കെ ഇവിടെ മതി. നമ്മളത് മാറിയിട്ട കൊണ്ടാണ്. പക്ഷെ എൻ്റെ പൊന്നു, ഞാൻ ഇപ്പം നോക്കുമ്പോഴേക്കും എന്തോ ഡിലു എന്ന് പറഞ്ഞ് കിടക്കുന്നതിനകത്ത്. എന്നെ സമ്മതിക്കണം കേട്ടോ ഗൈസ്. നമ്മുടെ ടെറ കണ്ട് ലാസ്റ്റ് ഒരൊറ്റണ കഴിച്ചാൽ ടെറ ടൈം അതുണ്ടില്ലേ, അതാണ് പ്രശ്നം. ഞാനെന്നാലും നോക്കണ് ഗൈസ്. അപ്പോൾ ഡോഡോ എഗ്ഗിബിളാണ് നമ്മുടെ ടെറ കഴിക്കുന്നത്, ഓർത്ത് വെച്ചോ. ഞാൻ ചെയ്ത മണ്ടത്തരം ആരും ചെയ്യാൻ നിൽക്കരുത്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മൾ ചില സമയത്ത് ഇതേപോലെയൊക്കെ ഓരോന്നൊക്കെ നമ്മൾ ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ടെറ അങ്ങനെ ടൈമായി. നമ്മൾ ടെറക്ക് സാൽ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ചെയിൻ കൊളാറും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നേരെ പറപ്പിക്കുക. യെസ്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. വാ, ഇപ്പോൾ നേരെ പറഞ്ഞ് നമ്മുടെ ബേസിലോട്ട് പോവാം. ടെറക്ക് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു എബിലിറ്റി ഉണ്ട്, ഇതിങ്ങനെ കറങ്ങി അടിക്കും. പക്ഷേ നമ്മുടെ ഇത് അത്യാവശ്യം കുറയും കേട്ടോ. എന്താണ്, നമ്മുടെ സ്റ്റാമിന അത്യാവശ്യം കുറയുന്നാലും കുഴപ്പമില്ല, നല്ലൊരു സംഭവമാണ്. കുറച്ചുകൂടി ഇങ്ങനെ സ്പീഡ് വേഗം ഇങ്ങനെ എത്താം, ഇങ്ങനെ കറങ്ങി പോയി കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രേ ഉള്ളൂ. നല്ലൊരു എപ്പിസോഡായിരുന്നു. ഒരുപാട് മണ്ടത്തരങ്ങളാണ് ചെയ്ത് നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇതൊക്കെ നിങ്ങൾ കാണില്ല മിക്കവാറും, കാരണം അത് കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഇപ്പോൾ എൻ്റെ മണ്ടത്തരം കണ്ട് നിങ്ങൾ സിറിക്കാൻ നിൽക്കണ്ട. അത് വേറൊരു ടെറ എത്ര ലെവൽ 60 വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എല്ലായിടും ഇങ്ങനെ പറന്ന് നടക്കാം. ഞാനിപ്പോൾ നേരെ അവിടെ പോവും. അവിടെ നമ്മുടെ ഗ്രീൻ ഒബ്ലിസ്ക് കണ്ടില്ലേ, ഈ സ്ഥലത്ത് പോവും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹൈ ലെവൽ ടെറേന ഇനി ഓഫ്ലൈനിൽ ടൈമാക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിക്കൂ, സന്തോഷിക്കൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.